ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീജാണ്ഡത്തിന്റെ ഘടന, ബീജാണ്ഡം അല്ലെങ്കിൽ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓവ്യൂളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബീജാണ്ഡത്തിന്റെ ഘടന എന്ന് പറയുന്നത്, ഈ ബീജാണ്ഡം എന്ന് പറയുന്നത്, ഓവ്യൂൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ഞെട്ട് കൊണ്ടിട്ടാണ് പ്ലാസന്റയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബീജാണ്ഡം ഒരു ചെറിയ ഞെട്ട് കൊണ്ട് പ്ലാസന്റയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഞെട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ബീജാണ്ഡ വൃന്ദം. ബീജാണ്ഡ വൃന്ദം അല്ലെങ്കിൽ എന്ത് പറയാം? ഫ്യൂണിക്കിൾ ആണ് ബീജാണ്ഡ വൃന്ദം അല്ലെങ്കിൽ ഫ്യൂണിക്കിൾ ആണ്. അപ്പൊ പ്ലാസന്റയുമായിട്ട് ഓവ്യൂളിനെ അല്ലെങ്കിൽ ബീജാണ്ഡത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു നെറ്റിനെ പറയുന്ന പേരാണത് ഫ്യൂണിക്കിൾ അല്ലെങ്കിൽ ബീജാണ്ഡ വൃന്ദം എന്ന് പറയുന്നത്. ഈ ബീജാണ്ഡത്തെ താങ്ങി നിർത്തുക, അതുപോലെ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്തിൻ്റെതാണ്? ബീജാണ്ഡ വൃന്ദത്തിന്റെ ധർമ്മത്തെ. പ്ലാസന്റയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ ഈ ഒരു ബീജാണ്ഡത്തിലേക്ക് എത്തിക്കുക, ഇതിനെ താങ്ങി നിർത്തുക. ഇതാണ് ഈ ഒരു ബീജാണ്ഡ വൃന്ദത്തിന്റെ ഘടകമായ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. ഈ ബീജാണ്ഡ വൃന്ദം ബീജാണ്ഡത്തിൽ സന്ധിക്കുന്നു. ബീജാണ്ഡ വൃന്ദം ഈ ബീജാണ്ഡത്തിൽ സന്ധിക്കുന്ന വിഭാഗത്തിന് പറയുന്ന പേരാണ് ഫൈലം എന്ന് പറയുന്നത്. ഫൈലം. ബീജാണ്ഡവൃന്ദം ബീജാണ്ഡത്തിൽ ചെന്ന് സന്ധിക്കുന്ന ഭാഗമാണ് ഇത് ഫൈലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഭി എന്ന് പറയുന്നത്. ബീജാണ്ഡവൃന്ദം ബീജാണ്ഡത്തിൽ ചെന്ന് സന്ധിക്കുന്ന ഭാഗമാണ് ഹൈലം അല്ലെങ്കിൽ നാഭി. അപ്പോൾ ഹൈലം എന്ന് പറയുന്നത് ബീജാണ്ഡവൃന്ദം ബീജാണ്ഡവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഭാഗമാണ് ഹൈലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഭി എന്ന് പറയും. ഈ ബീജാണ്ഡത്തെ പൊതിഞ്ഞിട്ട് രണ്ട് ഇന്റഗ്യുമെന്റ്സ് അല്ലെ, ബീജാണ്ഡത്തെ പൊതിഞ്ഞ് രണ്ട് ഇന്റഗ്യുമെന്റ്സിന് പറയുന്ന പേരാണ് എന്താ? അധ്യാവരണങ്ങൾ. ഇതാണ് രണ്ട് ഇന്റഗ്യുമെന്റ്സ് കാണപ്പെടുന്നുണ്ട്, അധ്യാവരണങ്ങൾ എന്ന് പറയും. ഈ രണ്ട് ഇന്റഗ്യുമെന്റ്സിന് പറയുന്ന പേരാണ് അധ്യാവരണങ്ങൾ അല്ലെങ്കിൽ ഇന്റഗ്യുമെന്റ്സ്. അധ്യാവരണം രണ്ടെണ്ണം ഉണ്ട്. അത് ബാഹ്യ അധ്യാവരണം ഉണ്ട്, മറ്റൊന്ന് ആന്തര അധ്യാവരണവും ഉണ്ട്. ബാഹ്യ അധ്യാവരണവും ഉണ്ട്, ആന്തര അധ്യാവരണവും ഉണ്ട്. ബാഹ്യ അധ്യാവരണവും ഉണ്ട്, ആന്തര അധ്യാവരണവും ഉണ്ട്. ഇനി ഈ ഇന്റഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആന്തര അധ്യാവരണത്തിന്, ഈ ആന്തര അധ്യാവരണം ഇതിന് രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, ഈ അകത്തുള്ള ഈ എന്തൊക്കെയാണോ ഉള്ളത് കേടുകൂടാതെ മൃദുഭാഗങ്ങൾ, ഈ ഒരു മൃദുഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് അധ്യാവരണങ്ങൾ, ബാഹ്യ അധ്യാവരണവും ആന്തര അധ്യാവരണവും കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ഈ ബീജാണ്ഡത്തിന് ഒരഗ്രത്തില് അധ്യാവരണങ്ങൾ എപ്പോഴും എന്താണ്? അപൂർണമാണ്. അതായത് ഇവിടെ കംപ്ലീറ്റ് അല്ല, ഒരു ഓപ്പണിങ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇതിന് പറയുന്നത് മൈക്രോപൈൽ എന്ന് പറയുന്നത് സൂക്ഷ്മരന്ധ്രം അല്ലെങ്കിൽ മൈക്രോപൈൽ അല്ലെങ്കിൽ സൂക്ഷ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇന്റഗ്യുമെന്റ്സ് വന്നിട്ടില്ല, ഈ കൂടിച്ചേരത്തില്ല, അവിടെ അപൂർണമായിട്ടുള്ള ഭാഗമാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. മൈക്രോപൈലിന്റെ ഫംഗ്ഷൻ നമുക്ക് എന്താണ്? നമുക്ക് അറിയാം, പോളൻ ട്യൂബ് ഇതിലൂടെയാണ് ജെർമിനേറ്റ് ചെയ്ത് ഇതിലേക്ക് പ്രവേശിച്ചിട്ട് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ മൈക്രോപൈലാർ റീജിയൻ ആണ് ഈ കാണുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു പരന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ചലാസ എന്ന് പറയും. ഈ ഒരു പരന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ചലാസ എന്ന് പറയും. അപ്പം എന്താണ്? മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പരന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ചലാസ എന്ന് പറയും. ഇനി ആന്തര അധ്യാവരണത്തിൽ, ഇത് ഇന്നർ ഇന്റഗ്യുമെന്റ്, ആന്തര അധ്യാവരണം അല്ലെങ്കിൽ ഇന്നർ ഇന്റഗ്യുമെന്റ്സിന് ഉള്ളിൽ കാണപ്പെടുന്ന ഈ ഒരു കോശ സമൂഹത്തിന് പറയുന്ന പേരാണ് എന്ത്? ന്യൂസെല്ലസ്. എന്താണ്? ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിന്റെ ധർമ്മം എന്താണ്? അതായത് നമ്മുടെ ഓവ്യൂളിന് ആവശ്യമായിട്ടുള്ള ഈ എംബ്രിയോ സാക്കിന് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിന് ആവശ്യമായിട്ടുള്ള എന്താണ്? പോഷകാംശങ്ങൾ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഏത്? ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസിൽ നിന്ന് പുഷ്ടി പ്രാപിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോശം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കോശം, ന്യൂസെല്ലസിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കോശമാണ് ഇത്? ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോ സാക്ക്. എന്താണ്? എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഭ്രൂണസഞ്ചിയാണ്. ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോ സാക്ക്. ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറയും. ഈ ഭ്രൂണസഞ്ചിയുടെ അകത്ത് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആണ് കാണപ്പെടുന്നത്. ഈ ഭ്രൂണസഞ്ചി എന്ന് പറയുന്നത് അഷ്ടന്യൂക്ലിക ഭ്രൂണസഞ്ചി, അതായത് 8 ന്യൂക്ലിയസ് കാണും. കാരണം എന്താ വെച്ചാൽ ഇതിനെ ഒരു സെല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പറയാൻ എന്താണ്? ന്യൂക്ലിയസ് കണ്ടിട്ടാണ് നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്.
അപ്പോൾ കോശവും ഇതിനെ ഒരു പ്രത്യേകം വ്യതിരിക്തമായിട്ടില്ലെങ്കിലും ന്യൂക്ലിയസ് കൊണ്ടിട്ടാണ് ഇതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ അഷ്ടന്യൂക്ലിയ ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസ് ആയിട്ടാണ് വിളിക്കുന്നത്. ഇവയിൽ 3 എവിടെയാണ്? ചലാസൽ റീജിയനിലാണ് കാണപ്പെടുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? ആന്റിപോഡൽ സെൽസ്. 3 ചലാസൽ റീജിയനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഭ്രൂണസഞ്ചിയുടെ ഏറ്റവും മേലായിട്ട് ഇവിടെ കാണപ്പെടുന്ന 3 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ അല്ലേ, ഈ ഇത് കാണപ്പെടുന്ന ഈ 3 കാണപ്പെടുന്ന ഏത് ഭാഗത്താണ്? ചലാസൽ റീജിയനാണ്. 3 എവിടെ കാണപ്പെടുന്നു? മൈക്രോപൈലർ റീജിയനിന് അടുത്തായിട്ട് 2 സെന്ററിലുമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 3 ജലാശയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രതിമുഖ കോശങ്ങൾ അല്ലെങ്കിൽ ആന്റിപോഡൽ സെൽസ്. പ്രതിമുഖ കോശങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ആന്റിപോഡൽ സെൽസ്. പ്രതിമുഖ കോശങ്ങൾ അല്ലെങ്കിൽ ആന്റിപോഡൽ സെൽസ് ഉണ്ട്. അപ്പൊ ജലാശയുമായി സമീപത്ത് കാണപ്പെടുന്ന, ജലാശയിലേക്ക് ഉള്ള ഭാഗത്ത് കാണപ്പെടുന്ന കോശങ്ങളാണ് പ്രതിമുഖ കോശങ്ങൾ അല്ലെങ്കിൽ ആന്റിപോഡൽ സെൽസ് എന്ന് പറയും. ഇനി ഭ്രൂണസഞ്ചിയുടെ ഈ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന 2 കോശങ്ങൾ സംയോജിച്ചിട്ട് ഒരു ദ്വിതീയ ന്യൂക്ലിയസ്, ഇതിനെയാണ് പറയുന്നത് ദ്വിതീയ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആണ്. ഇതാണ് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ എന്താണ്? ദ്വിതീയ ന്യൂക്ലിയസ്. ദ്വിതീയ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആണ് ഈ സെന്ററിൽ കാണപ്പെടുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ്, അതായത് ജലാശയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മൈക്രോപൈലർ റീജിയൻ അല്ലെ, സൂക്ഷ്മരന്ധ്രത്തിന് സമീപം 3 കോശങ്ങൾ കാണപ്പെടുന്നു അല്ലെ, 3 കോശങ്ങൾ കാണപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണെന്ത്? അണ്ഡസമുച്ചയം, എഗ് അപ്പാരറ്റസ്. അണ്ഡസമുച്ചയം അല്ലെങ്കിൽ എന്ത് പറയാം? എഗ് അപ്പാരറ്റസ്. കാരണം ഇത് മധ്യത്തിലുള്ളത് എഗ്ഗാണ്. ഇരുവശങ്ങളിലും സഹായ കോശങ്ങളായത് സൈനർജിഡ്സ് ആണ് അല്ലെ. അപ്പൊ മധ്യത്തിൽ കാണപ്പെടുന്ന വലിയ കോശമാണ് എഗ്ഗ്. മറ്റു 2 ഇരുവശത്തും ഉള്ളതെന്നാണ് സൈനർജിഡ്സ്. ഈ സൈനർജിഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ മൈക്രോപൈലർ റീജിയനിലൂടെ ഭാഗത്തേക്ക് വരുന്ന പോളൻ ട്യൂബിനെ കൃത്യമായിട്ട് അല്ലെ എന്ത് ചെയ്യുക? മെയിൽ ഗ്യാമറ്റിന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് നേരെ തിരിച്ചു വിടുക എന്നുള്ളതാണ് സൈനർജിഡ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ കാണുന്ന മൈക്രോപൈലർ റീജിയനിൽ കാണപ്പെടുന്ന കോശങ്ങളാണേത്? അണ്ഡസമുച്ചയം അല്ലെങ്കിൽ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നു. ഇതിന്റെ മധ്യത്തിലുള്ള വലിയ കോശമാണ് അണ്ഡകോശം എന്ന് പറയുന്നത്. പാർശ്വഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ കോശങ്ങളാണ് സഹായക കോശങ്ങൾ അല്ലെങ്കിൽ സൈനർജിഡ്സ് എന്ന് പറയും. അപ്പൊ ഈ സൈനർജിഡ്സിന്റെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞതാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സമയത്ത് ആൺബീജത്തെ പെൺബീജത്തിന് നേരെ എഗ്ഗിലേക്ക് നേരെ തിരിച്ചു വിടുന്നതാണ് ഈ ഒരു സൈനർജിഡ്സ് ആണ് അതിനെ സഹായിക്കുന്നത്. ഈ ബീജാണ്ടം അല്ലെങ്കിൽ ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ന്യൂസെല്ലസും 1-2 അധ്യാവരണങ്ങളും ചേർന്നതാണ് എന്ന് പറയാം. അപ്പൊ ബീജാണ്ടം അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം എന്നതാണ് ന്യൂസെല്ലസും അല്ലെങ്കിൽ 1-2 ഇന്റഗ്രിമെന്റും കൂടി ചേർന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബീജാണ്ടം അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഇത് പല രൂപഭേദങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എങ്കില് സാധാരണയായിട്ട് പരിപക്വ ബീജാണ്ടങ്ങൾ 5 ഇനങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ബീജാണ്ടം നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ഒരു ന്യൂസെല്ലസ്, ഈ ഒരു എംബ്രിയോ സാക്ക്, അതുപോലെ ന്യൂസെല്ലസ്, ഇതെല്ലാം കൂടി ചേർന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ബീജാണ്ടം എന്ന് പറയുന്നത് അല്ലെ. ഈ ബീജാണ്ടം എന്ന് പറഞ്ഞാൽ പല രൂപഭേദങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് നമുക്ക് നോക്കാം. 5 ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു ഓവ്യൂളിനെ തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഓവ്യൂളിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.